ഹലോ, നമുക്കിന്നൊരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് കഴിയുന്നത് തന്നെയാണ്. ഒക്കെ നമ്മൾ കയ്യിലുള്ള സാധനങ്ങളും കൊണ്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് 1/2 കിലോയിലേറെ ഉണ്ടാക്കും. അതായത് ഒരു ചിക്കന് 8 പീസായി നിന്നും അതിൽ 4 പീസാക്കി എടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മെഷർമെൻറ്റാണ് പറയുന്നത്. ഞാൻ ഒരു ഗ്ലാസ് പാലിക്ക് ലേശം വെള്ളം കൂടി കൂട്ടി കൊടുത്തിട്ട് പാലും വിനെഗർ, ഉപ്പ്, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി ഇതൊക്കെ കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുക്കി പൊരിക്കാനുള്ളൊരു പൊടി തയ്യാറാക്കാം. അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് മൈദ, ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ലേശം ബേക്കിംഗ് പൗഡർ, ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ, ഇതൊക്കെ കൂടി നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കന് ഒരു സ്ട്രെയിനറിലേക്ക് ഒന്ന് ഊറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒക്കെ ഓരോന്നോരോന്നൊക്കെ പൊടിയിലാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ വേറൊരു കോട്ടിങ് കൂടി ചെയ്യുന്നുണ്ട്. ലേശം കാശ്മീരി ചില്ലി, അതായത് നമ്മളൊരു എരിവിന് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി, കുറേ എരിവ് വേണ്ടല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലേശം കുരുമുളക് പൊടി. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് വിനെഗർ ഇട്ടിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് പൊടിയിലൊന്ന് ആഡാക്കുക. എന്നിട്ട് 2 കോട്ടിങ് വേണം നിർബന്ധമുള്ളവർ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ആ പൊടിയിൽ ഒന്നും കൂടി കോട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരി ഒന്ന് ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലേതും ഇതേമാതിരി ഒന്ന് പൊടിയിൽ മുക്കിയെടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പുറത്ത് ഓയിൽ ചൂടാക്കാൻ വെക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിരിക്കാണ്ട് തന്നെ കേട്ടോ ചിക്കൻ പൊരിക്കേണ്ടത്. അപ്പോഴേ ഉള്ളൂ പുറം ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടുള്ളൂ. ഏത് റിഫൈൻഡ് ഓയിലും പറ്റിട്ടോ, വെളിച്ചെണ്ണ അല്ലാത്ത റിഫൈൻഡ് ഓയിലാണ് എപ്പോഴും ബ്രോസ്റ്റഡ് ഫ്രൈഡ് ഒക്കെ പൊരിക്കാൻ ഏറ്റവും ടേസ്റ്റ്. ഏകദേശമൊക്കെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കട്ടെ. ഞാൻ ഇത് പൊരിക്കുന്ന ഇത് ഏകദേശം കട്ടായി പോയിട്ടുണ്ട്. ഇങ്ങനെ കടകളിൽ നിന്ന് കിട്ടുന്ന മാതിരി തന്നെ നമുക്ക് കിട്ടും ചെയ്യും. അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കടയിൽ നിന്ന് കിട്ടുന്ന മാതിരി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് ലേശം ഒരു ഫ്രൈഡ് പൊട്ടാറ്റോയും കൂടി ഇട്ടു